തിരികെ വാർത്തകളിലേക്ക്. CPM-നെതിരെ ആഞ്ഞടിച്ച് CPI. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ തർക്കമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കീഴ്വഴക്കം പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ആർക്കും കഴിയില്ലെന്നും കീഴ്വഴക്കമല്ല രാഷ്ട്രീയമാണ് വലുതെന്നും ബിനോയ് വിശ്വം. ജനാധിപത്യമാകുമ്പോൾ മുന്നണിയിൽ എല്ലാ സ്ഥാനവും പങ്കുവച്ചാണ് മുന്നോട്ട് പോകേണ്ടതെന്നും CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഇവിടെ ഇപ്പോൾ വിവാദമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രതിപക്ഷ ഉപനേതാവിനെ പറ്റിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനകത്ത് തർക്കമേ ഇല്ല, സംശയവുമില്ല. ആ സ്ഥാനം CPI-ക്ക് അവകാശപ്പെട്ട ഒന്നാണ്. അവിടെ കീഴ്വഴക്കം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി പോകാൻ ആർക്കും കഴിയില്ല. എല്ലാ കീഴ്വഴക്കവും മാറേണ്ടി വന്നാൽ മാറിയേ തീരൂ. കീഴ്വഴക്കമല്ല വലുത്, രാഷ്ട്രീയമാണ് വലുത്. കീഴ്വഴക്കമല്ല വലുത്, LDF ആണ് വലുത്. കീഴ്വഴക്കമല്ല വലുത്, ഒന്നിച്ചു പോക്കാണ് വലുത്. അതുകൊണ്ട് CPI പറയുന്നു, പദവിയുടെ പെരുപ്പമല്ല, സ്ഥാനമാനത്തിന് വലുപ്പമല്ല, അവിടെ സ്റ്റാഫുണ്ടോ, ശമ്പളമുണ്ടോ, കാറുണ്ടോ, വീടുണ്ടോ, അതൊന്നും ബാധകമല്ല. LDF ആയി പോകണം. അങ്ങനെ പോകുമ്പോൾ എല്ലാ സ്ഥാനങ്ങളും ഒറ്റ പാർട്ടി മാത്രം എന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നേ തീരൂ. സ്ഥാനങ്ങളെല്ലാം എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ അതെല്ലാം പങ്കുവെക്കപ്പെടണമെന്ന് CPI ആഗ്രഹിക്കുന്നു. അതാണ് CPI നിലപാടെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. MS വീണയാണ് ചേരുന്നത്. വീണ, തെരഞ്ഞെടുപ്പിലെ അതിദയനീയ പരാജയത്തിന് ശേഷം LDF-നകത്ത് വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ തലപൊക്കുകയാണ്. അതിലേറ്റവും സങ്കീർണമാകുന്നത് CPM-ഉം CPI-യും തമ്മിലുള്ള പ്രശ്നമാണെന്ന കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ അത് കൂടുതൽ മറനീക്കി പുറത്തേക്ക് വരികയാണ് ഓരോ ദിവസം കഴിയും തോറും. ഇപ്പോൾ CPM-നെ അതിരൂക്ഷമായ ഭാഷയിലാണല്ലോ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി വിമർശിക്കുന്നത്. വീണ, തീർച്ചയായും ഗൗതം, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലെയും തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഉണ്ടായ കനത്ത പരാജയത്തിന് പിന്നാലെ തന്നെ ഇടതു മുന്നണിയിൽ കടുത്ത വിഭാഗീയതയും ഭിന്നാഭിപ്രായങ്ങളും ഉയരുകയാണ്. അത് ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ബിനോയ് വിശ്വമിൻ്റെ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനായിട്ടുള്ള ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. പലതവണ CPM-നോട് CPI ഒരു ആവശ്യം ഉന്നയിച്ചതാണ്. പക്ഷേ അത് അവഗണിക്കുന്ന ഒരു നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. അതിനെതിരെയാണ് രൂക്ഷമായുള്ള ഭാഷയിൽ ഇന്നിപ്പോൾ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. LDF-ൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തർക്കം നിലനിൽക്കില്ല. തങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥാനം അത് ലഭിച്ചേ മതിയാവുകയുള്ളൂ. മുൻപ് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തവരാണ്. ഒരു സ്ഥാനം ലഭിക്കുന്നതിൽ അത് ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല കാര്യം. ഒരു മുന്നണി മര്യാദയുണ്ട്, ജനാധിപത്യ മര്യാദയുണ്ട്. അത് പാലിക്കുവാൻ CPM തയ്യാറാകണമെന്നുള്ള അവസാനമായിട്ടുള്ളൊരു കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ വിമർശനം തന്നെയാണ് ബിനോയ് വിശ്വമിൻ്റെ വാക്കുകളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും നിലപാടുകൾ തുറന്നു പറയുന്നതിലും വിമർശനം ഉന്നയിക്കുന്നതിലും യാതൊരു മടിയും കാണിക്കാത്ത ആളാണ് ബിനോയ് വിശ്വം. ഇക്കാര്യത്തിലും ആ നിലപാട് വ്യക്തമാക്കുകയാണ്. കാരണം ഒരു തവണ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയതാണ്. പക്ഷേ ആ കത്തിൻ്റെ മറുപടി തങ്ങൾക്ക് പക്കലുണ്ട്. ഇത് പൊതുമധ്യത്തിൽ തുറന്ന് പറയുന്നതല്ല. പക്ഷേ തുറന്ന് പറയുന്നത് അപമര്യാദയാണെന്നോ അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുമോ എന്ന് കാണേണ്ടതില്ല. പക്ഷേ അവകാശങ്ങൾ അത് ചോദിച്ചു വാങ്ങിക്കേണ്ടി വരുമ്പോൾ അതിലുണ്ടാകുന്ന അഭിപ്രായ ഭിന്നതയും അല്ലെങ്കിൽ ആ ഒരു വിയോജിപ്പുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്. എന്തായാലും 14-ാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ച MN സ്മാരകത്തിൽ നടക്കുന്നത്. ആ ചർച്ചയിലും ഈ ആവശ്യം തന്നെ ഉന്നയിക്കും. പിന്നോട്ട് പോകില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്നത്. എന്തായാലും CPM-ന് CPI-യുടെ ആവശ്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയേ മതിയാവുകയുള്ളൂ. ഒപ്പം തന്നെ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തുമുള്ള ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഇടതുപക്ഷത്തിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുകയാണ്. ഗൗതം, ഓക്കെ.